ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കണം. 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മസാല പുരട്ടി വെക്കുക. 2 ടീസ്പൂൺ പാപ്രിക്ക വേണം, 2 ടീസ്പൂൺ അറബിക് മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, 1 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിക്കൻ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ട തൈരാണിത്. തൈര് പുളിയില്ലാത്തത് എടുക്കുക. 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തഹീന ചേർക്കണം. തഹീന വെളുത്ത എള്ള് നന്നായിട്ട് വറുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കെച്ചപ്പും കൂടെ ചേർക്കുക. ടൊമാറ്റോ കെച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എരിവില്ലാത്തത് ഞാനൊരു ഇത്തിരി മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് നല്ല എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും, കുറക്കണമെങ്കിൽ കുറക്കുകയും ചെയ്യാം. ഇനി ഇതും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാവും. പെട്ടെന്ന് ആയി കിട്ടും. ചെറിയ ചെറിയ പീസായിട്ടാണല്ലോ നമ്മൾ മുറിച്ചത്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവരുത്. ഒരുപാട് സമയം വെക്കുമ്പോഴാണ് ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ചും കൂടെ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം. ഫ്രഞ്ച് ഫ്രൈസ് ഞാനിപ്പോൾ ഫ്രോസണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് എടുക്കാം. തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുക്കുംബർ ചേർക്കണം. കുക്കുംബർ ചെറുതായി മുറിച്ചിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ചൂടുള്ള വെള്ളത്തിൽ ഒരിത്തിരി സുർക്കയും ഉപ്പും കൂടി ചേർത്തിട്ട് തലേ ദിവസം ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതായി കിട്ടും. പിറ്റേ ദിവസത്തിന് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് എടുക്കുന്ന കുബൂസ് വലിയ കുബൂസാണ്. അപ്പോൾ നിങ്ങൾ ചെറുതെടുത്താലും മതിയാവും. പിന്നെ സാൻഡ്വിച്ച് പേപ്പർ വേണം. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഉള്ളിൽ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മേലെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ആ സോസ് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ലെറ്റ്യൂസും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കുക്കുംബറിൻ്റെ പീസസ് വെച്ച് കൊടുക്കുക. ഷവർമ കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു പുളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ സോസ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതിയാവും. പക്ഷേ ഗാർലിക് പേസ്റ്റിനേക്കാൾ ഒരുപാട് ടേസ്റ്റ് കൂടുതൽ ഈ ഒരു സോസാണ്. ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.